स्पीकर सर, मैं रिस्पेक्ट कर रहा हूं। ये प्रधानमंत्री के शब्द हैं, मेरे शब्द नहीं हैं। ये प्रधानमंत्री जी ने कहा है, पब्लिक में मीडिया को कहा है कि मैं बायोलॉजिकल नहीं हूं, मेरा डायरेक्ट कनेक्शन भगवान के साथ है। मैं नहीं बोल रहा हूं, प्रधानमंत्री मोदी जी ने बोला है। तो पता नहीं उस टाइम 8 बजे भगवान का मैसेज आया होगा हिंदुस्तान, वही मगर फिर श्री राम ने आपको दूसरा मैसेज दे दिया अयोध्या में। भगवान का मैसेज आया होगा, मोदी जी नोटबंदी कर दीजिए। नोटबंदी कर दिया, डायरेक्ट ऊपर से आया मैसेज, ऑर्डर आया खटाक। और अलग अलग ऑर्डर आते हैं। अदानी जी वाला ऑर्डर आता है, बंबई एयरपोर्ट अदानी जी को ऊपर से ऑर्डर आता है, खटाखट ऑर्डर आते हैं। നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ശരിക്കും ഒരു മണിക്കൂർ കൊണ്ട് ചൂണ്ടിക്കാണിച്ച, ഇങ്ങനെയാണ് നിങ്ങൾ ഭരിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു നിമിഷമായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലൂടെ ജനങ്ങൾക്ക് പങ്കുവച്ചത്. വല്ലാത്ത രീതിയിലേക്ക് ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പോയപ്പോഴും ഭരണപക്ഷം വളരെ ശ്രദ്ധാപൂർവം അല്ലെ, വളരെ സൈലന്റ് ആയി ഇരുന്ന് കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ. അതെ അതെ അതെ. മൂന്നാം മോദി സർക്കാർ അത്ര വലിയ രീതിയിലേക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ മൃഗീയ ഭൂരിപക്ഷം ലഭിക്കാത്തത് തുടർന്നുള്ള എല്ലാവിധ പരാജയങ്ങളും മൂന്നാം മോദി സർക്കാരിലുണ്ട് എന്ന് പറയാം അല്ലെ. കാര്യം ഓരോ ബില്ലുകൾ പാസ്സാക്കുമ്പോഴും വലിയ രീതിയിലേക്ക് ആക്രോശിച്ച് പാസ്സാക്കിയിരുന്ന ആ സമയത്ത് നിന്ന് വല്ലാത്ത രീതിയിലേക്ക് പ്രതിപക്ഷത്തെ കേട്ടിരിക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ, ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെന്റ് ആണല്ലോ തേർഡ് മോഡി 3.0 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ചെറിയ കക്ഷികളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കോalition ഗവൺമെന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ വേഗതക്കുറവും അതിന്റെ അവധാനതയും ഒക്കെ പിന്നെ ഭരണത്തിന് സ്വാഭാവികമായും വരും. അത് മോദി ആയാലും ആരായാലും. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഇന്നലെ സഭയിൽ നടന്നത് ബാബു തൃശൂർ പൂരം പോലുള്ള വെടിക്കെട്ട് പരിപാടിയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. എത്ര നിലയിലാണ് അമിട്ട് പോയി പൊട്ടിയതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു ആരവമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലോക്സഭയ്ക്ക് അകത്ത് നമ്മൾ കണ്ടത്. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ ട്രഷറി ബെഞ്ചിലുള്ള എല്ലാവരെയും, നരേന്ദ്രമോദി ആകട്ടെ, അതുപോലെ തന്നെ അമിത്ഷാ ആകട്ടെ, രാജ്നാഥ് സിംഗ് ആകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രഗത്ഭരായിട്ടുള്ള പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പിന്നെ ട്രഷറി ബെഞ്ച്, കൂടാതെ സ്പീക്കറുടെ ഡയസിനെയും അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തന്റെ 1.5 മണിക്കൂറിലധികം വരുന്ന തന്റെ പ്രസംഗത്തിലൂടെ ബാബു ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിനിടയിലുള്ള കാലഘട്ടത്തെ നമ്മൾ നാട്ടുപുറത്തെ ഭാഷയിൽ പറയാറുണ്ട്, കുഴുക്കൂറ് മാന്തുക അല്ലെങ്കിൽ കുടിക്കടം പകർക്കുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് 10 വർഷത്തെ ജനവിരുദ്ധമായ നടപടികളെ ആ രീതിയിൽ രാഹുൽ ഗാന്ധി പൊളിച്ചെടുക്കുന്നത്. നീറ്റ് പരീക്ഷ അടക്കം ജനങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ നോട്ട് നിരോധനം വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക്, അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് നമ്മൾ എടുത്തു പറയേണ്ട വിഷയം MP ആയിരുന്നപ്പോൾ വളരെ കുറച്ച് സമയം, അതായത് ജനങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സംഭവം ഉണ്ടായത് അത് നമ്മൾ ശരിക്കും എടുത്തു പറയാണ്. അതായത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം എത്ര സമയം വേണമെങ്കിലും എടുത്തു സംസാരിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതായത് ഈ അവകാശത്തെയാണ് MP സ്ഥാനാർത്ഥിയായ സമയത്ത് കുറച്ച് സമയത്തിൽ ഒതുക്കി അവർ ആ കുറച്ച് സമയത്തെ സംഭവം പോലും ശരി കേട്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായപ്പോഴാണ് MP സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് ഇവർ പോയത്. പക്ഷേ ഇനി ഇവരുടെ വാക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. അതെ, ഇനി രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ടിരുന്നേ മതിയാകൂ. പ്രതിപക്ഷ നേതാവുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യാൻ പോലും കഴിയില്ല. അല്ല, ഈ സഭ എന്ന് പറയുന്നത് നമ്മൾ ഒരു നാണയത്തിന്റെ 2 വശം എന്ന് പറയുന്നത് പോലെയാണ് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വെളിച്ചവും അതിന്റെ നിഴലും എന്നൊക്കെ പറയുന്നത് പോലെ രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ സഭാ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി എഴുന്നേറ്റാൽ പിന്നെ മറ്റുള്ളവർ ഇരിക്കുകയും അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്നതാണ് പാർലമെന്റിന്റെ നടപടിക്രമം. മുമ്പ് അതുണ്ടായിരുന്നില്ല. കേവലം ഒരു MP മാത്രമാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് മറ്റേത് MPയും സംസാരിക്കുന്ന സമയം മാത്രമാണ് കൊടുക്കുക. 5 മിനിറ്റോ 3 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെയാണ് കൊടുക്കുക. പിന്നീട് അദ്ദേഹം കൂടുതൽ സമയമെടുത്ത് സംസാരിച്ചിരുന്നത് തന്റെ പാർട്ടിക്ക് അനുവദിച്ച സമയത്തിൽ മറ്റ് MP മാർക്ക് സംസാരിക്കാനുള്ള സമയം കൂടി അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ടാണ് കൂടുതൽ സമയം രാഹുൽ ഗാന്ധി നേരത്തെ സംസാരിച്ചിരുന്നത്. പക്ഷെ അത് എപ്പോഴും സാധിക്കണമെന്നില്ല.
ഇത് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം 1.5 മണിക്കൂർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം സ്പീക്കർക്ക് അനുവദിച്ചു കൊടുത്തേ പറ്റൂ. ആ രീതിയിലാണ് അതിന്റെ ഒരു സംവിധാനം. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ 10 വർഷത്തെ കാര്യം പറഞ്ഞു വെച്ചിടത്ത് നിന്ന് ഈ ഗവൺമെന്റ് മുന്നോട്ട് വന്ന സമയത്ത് ഉയർന്നു വന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, അത് അഗ്നിവീറിന്റെ പ്രശ്നമാണെങ്കിലും 25 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഭാവി തുലാസിലാടുന്ന തരത്തിലുള്ള ഒരു പരീക്ഷ, ആ പരീക്ഷയിൽ പൂർണ്ണമായും ചോർച്ചയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടന്നത് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു. അത് വലിയ തോതിൽ ചർച്ചയാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ചോർച്ച എന്നൊക്കെ പറഞ്ഞ് നീറ്റ് പരീക്ഷ മാത്രമല്ല, നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. ശ്രീരാമക്ഷേത്രത്തിൽ പോലും ചോരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലുമുള്ള ചോർച്ചയാണ് തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അഭിമുഖീകരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ശരിക്കും ഇന്നലെ വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിഞ്ഞത് മോദി ഒരു ദൈവമാണ് അല്ലെ? രാഹുൽ ഗാന്ധി സാധാരണ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തമാശ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട്, മോദിയൊക്കെ അതിൽ ഭീകരനാണ്, പരിഹാസത്തിന്റെ രാജാവാണ് നരേന്ദ്രമോദി. പക്ഷേ ആ മോദിക്കെതിരെ തന്നെ വളരെ ചിരിച്ചുകൊണ്ട് വളരെ ലൈറ്റായി നരേന്ദ്രമോദി നമ്മളെ പോലെയൊന്നുമല്ല, നരേന്ദ്രമോദി ദൈവത്തിന്റെ സ്വന്തം ആളാണ്, ദൈവത്തിനോട് കമന്റുകൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്, ദൈവം പറഞ്ഞിട്ടാണ് അത് നോട്ട് നിരോധിച്ചത് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ സരസമായി രാഹുൽ ഗാന്ധി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് പതിവില്ലാത്തതാണ്. അതേസമയം അതിശക്തമായ മൂർച്ചയുള്ള ആയുധമായി ഈ പറയുന്ന തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ തറയ്ക്കുന്ന അവസ്ഥ പിന്നെ പരിഹാസത്തിനുണ്ടായി അല്ലെങ്കിൽ ആ കളിയാക്കലിനുണ്ടായി എന്നുകൂടി കാണേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, അതേപോലെ തന്നെ അത്ര തന്നെ തീവ്രമായിട്ടുള്ള മറ്റൊരു ആക്രമണമായിരുന്നു ഈ പറയുന്ന തരത്തിൽ തന്റെ പ്രസംഗം തടയാൻ ശ്രമിച്ച സ്പീക്കർക്ക് നേരെയും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. അല്ലയോ സ്പീക്കർ, താങ്കൾ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നടുനിവർത്തി നിന്നിരുന്നു, പക്ഷേ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വന്നപ്പോൾ അങ്ങ് പഞ്ചപുച്ഛ മടക്കി കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് പറയുകയും ഈ സഭയുടെ നാഥൻ താങ്കളാണ് എന്ന കാര്യം മറന്നുപോകരുത് എന്ന് ഓം ബിർളയെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സഭയിൽ ബാബു 50ഓളം തവണയാണ് ആ 1.5 മണിക്കൂറോളമുള്ള പ്രസംഗത്തിൽ BJPയുടെ സമുന്നതരായ നേതാക്കൾ, അതിൽ 2 വട്ടം പ്രധാനമന്ത്രി തന്നെ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട മന്ത്രിമാർ, മറ്റു പ്രധാനപ്പെട്ട MP-മാർ, ഇവരെല്ലാം നിന്ന് തടസ്സപ്പെടുത്തുകയാണ്. പലവട്ടം പോയിന്റ് ഓഫ് ഓർഡർ എടുത്ത് പിന്നെ ഉദ്ധരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയാണ്. അങ്ങനെയൊക്കെ തടസ്സപ്പെടുത്തിയിട്ടും അദ്ദേഹത്തിന് ഈ 1.5 മണിക്കൂറിലധികം വരുന്ന തന്റെ പ്രസംഗം അവിസ്മരണീയമാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത് അദ്ദേഹം അത്രമാത്രം ഉള്ളുറപ്പോടുകൂടി തയ്യാറെടുപ്പോടുകൂടി സഭയെ അഭിമുഖീകരിക്കാൻ വന്നതിന്റെ ആ ഹോംവർക്ക് ഉണ്ടല്ലോ, ആ ഹോംവർക്കിന്റെ ഗുണമാണ് എന്ന് പറയാതിരിക്കാൻ. എന്തായാലും MP ആയിരുന്നപ്പോൾ തടസ്സപ്പെടുത്തിയ സംഭവങ്ങൾ ശരിക്കും പലിശ സഹിതം ഇന്നലെ കൊടുത്തു എന്ന് വേണം പറയാൻ അല്ലേ കാര്യം. അതായത് ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, മുൻപ് പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ജനങ്ങൾക്ക് നീതി, അതുപോലെ തന്നെ ഭക്ഷണം, മറ്റുള്ള പാർപ്പിട സൗകര്യങ്ങൾ, മറ്റുള്ള കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, നീറ്റ് പരീക്ഷ, 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ മണിപ്പൂർ വിഷയം അപ്പോൾ പറഞ്ഞു തീർക്കാവുന്ന അത്രയും, അതായത് MP ആയിരുന്നപ്പോൾ പറഞ്ഞു തീർക്കാവുന്ന, MP ആയിരുന്നപ്പോൾ ഇവരനുസരിക്കാതെ പോയ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്തിട്ട് അലക്കുന്ന ഒരു രീതിയിലെ നോട്ട് നിരോധനം. പഴയ ഓർമ്മയിൽ ഓം ബിർള 2 ദിവസം മുമ്പ് മൈക്കൊന്ന് ഓഫാക്കി നോക്കി, അവിടെ കിട്ടി പണി. കാരണം മൈക്ക് ഓഫാക്കുന്നത് പഴയ അദ്ദേഹത്തിന്റെ ശീലമാണ്. ഒടുവിൽ അദ്ദേഹം എന്റെ കയ്യിൽ മൈക്കിന്റെ സ്വിച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറയുന്നത്, പാർലമെന്റിൽ തങ്ങളുടെ മഹാത്മാഗാന്ധി മരിച്ചിട്ടില്ല എന്ന് വരെ കാണിച്ചു. അതൊക്കെ പറഞ്ഞല്ലോ. മഹാത്മാഗാന്ധിക്ക് ഒരു ശാപമോക്ഷം ഉണ്ടായത് ഗാന്ധി സിനിമയിലൂടെയാണെന്ന് പറഞ്ഞതൊക്കെ കളിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ വളരെ ശക്തമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും സഭയിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. അത് അതുപോലെ തന്നെ 10 വർഷത്തിനിടയിൽ നടക്കാത്ത കാര്യമാണ്. തീർച്ചയായും ഏതെങ്കിലും ഒരു MP പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ടോ അതിന് മറുപടി പറഞ്ഞുകൊണ്ടോ സംസാരിച്ച ശീലം നരേന്ദ്രമോദിക്കില്ല. അത് തുടങ്ങിയിരിക്കുന്നു 3.0 സർക്കാരിൽ, അത് ആരംഭിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ സംവാദത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെയാണ്. ഈ പറയുന്ന ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അത് റെസ്പെക്ട് ആണെങ്കിലും അവസരമാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ പരസ്പര ബഹുമാനത്തോടു കൂടി ബിഹേവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വത്തിലേക്ക് പാർലമെന്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ട്രഷറി ബെഞ്ചിലും പ്രതിപക്ഷത്തുമുള്ള ആളുകൾ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു ശാക്തിക സന്തുലനം
ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് സംഭവിച്ചിരിക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട. ജനാധിപത്യം എന്ന് പറയുന്ന ഈ സംഭവം, ജനാധിപത്യം നശിച്ചുപോയി അല്ലെങ്കിൽ അത് ഇല്ലാതായി എന്ന് പറയുന്ന ആളുകൾക്ക് വലിയൊരു ശുഭപ്രതീക്ഷ നൽകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസംഗമൊക്കെയാണ് ശരിക്കും രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിച്ചത്. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാണ്, ഞാൻ അദ്ദേഹം പിന്നെ പരമശിവന്റെ ചിത്രമെടുത്ത് അവിടെ പ്രദർശിപ്പിച്ചപ്പം അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നൊക്കെ സ്പീക്കർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുന്നതും ബാനർ ഉയർത്തുന്നതും ഉൾപ്പെടെ ഇവിടെ നടക്കാറുണ്ട് എന്ന് ഹൈബി ഈഡൻ പറയുന്നതോട് കൂടിയിട്ട് ആ വിഷയത്തിന്റെ ഗ്യാസ് പോവാണ്. പക്ഷേ ഞാൻ ഭയത്തോടു കൂടി കണ്ടത് പരമശിവന്റെ ചിത്രമൊക്കെ പാർലമെന്റിൽ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി എന്താണാവോ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയിടത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതിന് ശക്തമായിട്ടുള്ള ആക്രമണവുമായി നരേന്ദ്രമോദിയും അമിത്ഷായും രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ പിന്നെ ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിക്കുകയാണെന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വക്രീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം നരേന്ദ്രമോദി പറഞ്ഞല്ലോ, ആരാണ് ഹിന്ദുവിന്റെ കുത്തക അവകാശപ്പെടാൻ എന്നുള്ള രീതിയിൽ ചോദിച്ചു. തീർച്ചയായും. അപ്പോ ഇതുവരെ പക്ഷേ അദ്ദേഹം ആ പ്രസംഗം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന തന്റെ പോയിന്റിൽ ഉറച്ചു നിന്ന് എന്തൊക്കെ ബഹളം അപ്പുറത്തു നിന്നുണ്ടായിട്ടും അദ്ദേഹം ഗുരുനാനാക്കിന്റെ ചിത്രമെടുത്തു, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു, ഇസ്ലാം മാതൃകയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ മുദ്ര കാണിച്ചു, അതുപോലെ തന്നെ മഹാവീരന്റെയും പിന്നെ ഗൗതമ ബുദ്ധന്റെയും യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങൾ കാണിച്ചു. അത് എന്താണ് പറയാൻ വന്നത് എന്ന രീതിയിലേക്ക് ഈ പറയുന്ന അഭയമുദ്രയാണ് എന്ന് അത് കണക്ട് ചെയ്യുന്നുണ്ട്, കോൺഗ്രസിന്റെ കൈപ്പത്തിയുമായി കണക്ട് ചെയ്യുന്നുണ്ട്. അഭയമുദ്രയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും സ്നേഹത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് മതം. പക്ഷേ ഈ ചിത്രം കാണുമ്പോൾ ആർക്കാണ് ആക്രമിക്കാൻ തോന്നുക? ആർക്കും ആക്രമിക്കാൻ തോന്നില്ല. പക്ഷേ അങ്ങനെ ആക്രമിക്കാൻ തോന്നുന്നവർ ഹിന്ദുക്കളാണെന്ന് പറയാൻ അവകാശമില്ലാത്തവരാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു ആശങ്കയിൽ തുടങ്ങിയ ആ ഒരു പോയിന്റ് അദ്ദേഹം വളരെ ഭംഗിയായി ഒടുവിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ കയ്യതുക്കം വന്ന ഒരു പ്രസംഗകന്റെ ശൈലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി എന്നുള്ള എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഉള്ള രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ ശരിക്കും ധൈര്യം വന്നിരിക്കുന്നു. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കുറച്ചുകൂടെ ധൈര്യം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ആ ആത്മവിശ്വാസം ശരിക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്നുണ്ട് എന്ന് വേണം പറയാം, അല്ലെ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.